പെട്രോൾ അടിക്കാൻ നേരത്തെ ഇത് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുറച്ച് കാശ് പോയി കിട്ടും. എനിക്കിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്രോൾ അടിക്കാൻ നേരത്തെ ഒരു കുറച്ച് പൈസക്ക് ഇവർ എക്സ്ട്രാ അടിക്കും. അതായത് ഇപ്പം ഞാനൊരു 100 രൂപക്കാണ് പെട്രോൾ അടിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു 120 രൂപ അടിച്ചിട്ട് ഇവർ പറയും അയ്യോ എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ്, ആ 20 രൂപയും കൂടെ പേയ്മെന്റ് ചെയ്യാമോ എന്നിവർ ചോദിക്കും. കൊടുക്കരുത്. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടാമത് ചെയ്യാൻ പറയുന്ന ഈ പേയ്മെന്റ് പോകുന്നത് വേറൊരു QR കോഡിലേക്കായിരിക്കും. അവർ കാണിക്കുന്നത് വേറൊരു അക്കൗണ്ടിന്റെ വേറെ QR കോഡായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെസിഫിക് പെട്രോൾ പമ്പിൽ മാത്രമാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ബ്രാൻഡുകാർ ചെയ്യുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അവിടെ നിൽക്കുന്ന സ്റ്റാഫുകാർ ഓർഗനൈസ് ചെയ്ത് അങ്ങടേക്കും ഇങ്ങടേക്കും എന്താ പറയാനുള്ള ഒരു സെറ്റപ്പിനകത്ത് ചെയ്യണ പരിപാടിയാണ്. ഇവരിത് വളരെ നാച്ചുറൽ ആയിട്ട് ഇവർക്ക് എന്താ പറയാ ഒരു അബദ്ധം പറ്റിയതാണ്, ഇവരുടെ കയ്യിൽ നിന്ന് പറ്റിയ ഫോൾട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മുടെ തലയിലാക്കി നമ്മുടെ ഈ എക്സ്ട്രാ ചെറിയ എമൗണ്ട് മേടിക്കാനായിട്ട് ശ്രമിക്കും. കൊടുക്കരുത്. ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതെങ്ങാനും ചോദ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ എന്തുകൊണ്ട് ഈ പേയ്മെന്റ് കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതല്ലേ, വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നമ്മളോട് ചൂടാൻ തുടങ്ങും. അല്ലെന്നുണ്ടെങ്കിൽ ഇവർ നമ്മളോട് അന്ന പൊക്ക കുഴപ്പമില്ല എന്ന് പറയാനും തുടങ്ങും. ഞാനിത് പറയാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായ 2 പ്രാവശ്യവും ഞാൻ വളരെ ക്ലിയറായി പുള്ളിക്കാരനോട് എമൗണ്ട് പറഞ്ഞ് പുള്ളി ഇങ്ങടേക്ക് എനിക്കത് കൺഫേം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ എക്സ്ട്രാ വന്ന പെട്രോൾ എനിക്ക് അടിച്ചു തന്നേക്കണം. അതുകൊണ്ട് ഞാൻ പറയാ, പെട്രോൾ അടിക്കുന്ന ആൾക്കാർക്കും ഈ വണ്ടിയുള്ള ആൾക്കാർക്കൊക്കെ ഇത് അയച്ചു കൊടുത്തോ പെടരുത്.